എനിക്കെന്തോട് പറഞ്ഞാ മനസ്സിലാവാത്തെ? എത്ര വട്ടം തന്റെ അടുത്തൊരു കാര്യം ഞാൻ പറയണം? എനിക്ക് തന്നെ ഇഷ്ടമല്ല, ഇനി ഒട്ടും ഇഷ്ടപ്പെടാനും പോകുന്നില്ല. നോ മീൻസ് നോ. ഒരേ കമ്പനിയിൽ താൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇത്രയും നാളൊന്നും പറയാഞ്ഞേ. ഇനിയും എന്റെ പുറകെ നടന്നാ ഞാനത് കംപ്ലൈന്റ് ചെയ്യും. സോറി. എന്തെന്താണെന്ന് ഇങ്ങനെയാണെന്ന് വരികുന്നത് എന്തിനാണെന്ന്? അതാ എടാ, അവളൊന്നും മിണ്ടണമില്ല, സംസാരിക്കണമില്ല. പിന്നെ എന്ത് പിന്നാക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് അറിയാൻ പാടില്ല. ഞാൻ പിന്നെയും പോയി അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ഞാനും ചോദിക്കണം. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. നിങ്ങൾക്ക് ഒന്നാമതി പെമ്പിളേരോട് സംസാരിക്കാൻ അറിയത്തില്ല. പിന്നെ നിങ്ങളൊന്ന് പറയണത് ആ പഴയ അങ്കണവാടിയാണ്. ഇച്ചിരി എനിക്കറിയാൻ പാടില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞു പോയാൽ എങ്ങനെ ജീവിക്കൂ? അതെ, പെമ്പിളരെ വളർത്തുന്നതൊക്കെ സ്നേഹിക്കണം. പോടാ, പോയി പണിയെടുക്കണം. പോടാ, റിപ്പോർട്ടായി വേഗം. ഉമ്മ എപ്പോൾ നോക്കിയാലും വായിട്ട് നോക്കി. ഞാനതൊന്നും സംസാരിക്കുകയില്ല. എടോ, നമുക്ക് നാളെ എവിടെയെങ്കിലും ഒന്ന് പോയാലോ? ന്യൂ ഇയർ അല്ലേ, നമുക്കൊരു ലോങ് ട്രിപ്പൊക്കെ പോവാം. ലോങ് നടക്കൂല, അത് ശരിയാവൂല. എനിക്ക് ഇവിടെ മാറിക്കാനും പറ്റത്തില്ല. എടോ, ലോങ് പോകാൻ പറ്റിയില്ലെങ്കിലും ടൗണിൽ എവിടെയെങ്കിലും അടുത്ത് ജസ്റ്റ് ഒന്ന് തന്നെ കാണാൻ വേണ്ടിയിട്ട്. അത് ശരിയാവില്ലോ. ആരെങ്കിലും കണ്ട പണിയാണ്. എടോ, ഇതിപ്പം എത്ര നാളായടോ, നമ്മളല്ലേ എടോ, ഇതൊന്നും നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യണ്ടേ? പ്ലീസ്. അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത കാര്യമല്ലേ. ഇതൊന്നും ശരിയാവാൻ പോകുന്നില്ല. അതെ, പിന്നെ ഞാൻ തിരക്കില്ല, ഞാൻ വിളിക്കാം. ഓക്കെ, ശരി, ബൈ. അയ്യോ, ഹലോ ഹലോ. എടോ, ഞാനതേ ഓഫീസിൽ എല്ലാവർക്കും വേണ്ടി അയച്ചപ്പോൾ തനിക്ക് വന്നുള്ളൂ. തന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി മെസ്സേജ് അല്ല. എടോ, അത് കുഴപ്പമില്ല. താൻ ഫ്രീ ആണോ? ആ, ഫ്രീയാ. നമുക്കിന്നൊന്ന് ജസ്റ്റ് കണ്ടാലോ? ആ, മീറ്റ് ചെയ്യാം. ഓക്കെ, ഇന്ന് പോയിട്ട് 5 മണിക്കാണ്. ഓക്കെ, ശരി. ദൈവമേ, വിളിച്ചെടുത്ത് ഇടിക്കാനെങ്ങനെയാണോ? എടോ, ശരിക്കും സോറി. ഞാനാണെങ്കിൽ ആകെ പൊളിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഇപ്പോഴും വലുതായിട്ട് മാറിയിട്ടൊന്നുമില്ല. പക്ഷെ അന്ന് ആ ഫ്രസ്ട്രേഷനും ദേഷ്യവും എന്തൊക്കെ തോന്നി ഞാൻ എന്തൊക്കെയോ തന്നെ വിളിച്ചു പറഞ്ഞു. ശരിക്കും സോറി ഡോ. അതൊന്നും സാരമില്ലടോ. സത്യം പറഞ്ഞാൽ ഞാനാ തെറ്റ് ചെയ്തത്. ഞാൻ ഈ എറണാകുളത്ത് സാധാരണ സ്കൂളിൽ പഠിച്ചത്. അതുകൊണ്ട് ഈ പെമ്പിള്ളേരോട് മര്യാദയ്ക്ക് സംസാരിക്കേണ്ട എങ്ങനെയെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അപ്പോഴാണ് താൻ ഏത് അവസ്ഥയിലെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന് സംസാരിച്ചത്. പിന്നെ ഈ 10-35 വയസ്സായതുകൊണ്ട് വീട്ടിൽ നിന്ന് ഭയങ്കര നിർബന്ധം, കല്യാണം കഴിക്കുന്നു പറഞ്ഞിട്ട്. എല്ലാം കൂടി ആയപ്പോൾ താൻ വിട്, പോട്ടെ. അല്ല, എന്തായാലും കണ്ട സ്ഥിതിക്ക് ചായ കുടിച്ചാലോ? ബാ. എടോ, നമുക്കൊരു ഫലൂഡ കഴിക്കാൻ പോയാലോ? എടോ, കുഴിമന്തി കഴിക്കാൻ പോവാം. എടോ, എൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ വാടോ. എടോ, എൻ്റെ ടിക്കറ്റ് ഉണ്ട് ബസ്സിന് വേണമ്പോ. എടോ, ഒരു പിസ്സ കഴിച്ചാലോ? എടോ, നമുക്ക് നൈറ്റ് റൈഡ് പോവാം. ഭയങ്കര ഹാപ്പിയാണല്ലോ. നീങ്ങിരി, പോ. ഹലോ. എടോ, ഞാൻ ഇതേ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് കുറേ നേരമായി. ആ, ഓക്കെ. ശരി. ഹലോ.
ഭയങ്കര ഹാപ്പിയാണല്ലോ ഇത്. ഗസ് വാട്ട്? എന്താ ഗസ് ചെയ്യ്. നടക്കൂലെന്ന് വിചാരിച്ച എന്തെങ്കിലും കാര്യം നടന്നു? എടോ, നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? അതെ, ഞാൻ ഹാപ്പിയാ, തന്നെ ഹാപ്പി ആയില്ലേ? ഉറപ്പായിട്ടും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ലൈഫിലെ ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു. എന്താ? ഹി കെയിം ബാക്ക്. ആടോ, എനിക്കിപ്പോൾ ഭയങ്കര വാലിഡേഷൻ തരുന്നുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എൻ്റെ ഒപ്പീനിയൻസ് മാറ്റർ ആവുന്നുണ്ട്. എടാ, ഭയങ്കര റെവലേഷൻ. പക്ഷെ ഇതൊക്കെ താൻ കാരണം കേട്ടോ. താൻ അന്ന് എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. അന്ന് ഞാൻ ആ വൾണറബിൾ പോയിന്റിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയേനെ. എടാ, താങ്ക് യു സോ മച്ച് എടോ. ഞാൻ പോട്ടെ, കാണാൻ വരുന്നുണ്ടാവും. നമുക്ക് കാണാം കേട്ടോ. ശരി, ബൈ. ജ്യേഷ്ഠ, ആ നീയാ? എന്താണ് ഇവിടെ നിൽക്കണ? ഞാൻ ചുമ്മാ. നീ എന്താ ഓഫീസിൽ പോവാൻ? അത് ചോദിക്കാനാണ് ഞാനും വന്നത്. എന്താണ് ഓഫീസിലോട്ടൊന്നും കാണാനില്ലല്ലോ? സുഖമില്ലടാ. സുഖമില്ലെന്ന് അറിഞ്ഞോട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെ, നമ്മുടെ ജീവിതത്തിൻ്റെ പല കാലഘട്ടങ്ങളിലായിട്ട് ഒരുപാട് പേര് നമ്മുടെ ലൈഫിലേക്ക് വരും. അവർക്കൊക്കെ ഓരോ റോളും ഉണ്ടാവും. സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയൊക്കെ ഒരുപാട് സീൻസ് അഭിനയിച്ച് തീർത്തിട്ട് അവരൊക്കെ അവരവരുടെ കാര്യം നോക്കി പോകും. ശരിയാണ്, അങ്ങനെ ഒരു സ്പേസ് അവിടെ ഉണ്ടാവും. ചേട്ടന് നമ്മളെ പഴയ റൂം ഓർമ്മയില്ലേ? അവിടെ കറകറാന്ന് സൗണ്ട് ഉണ്ടാക്കി ഇറങ്ങുന്നൊരു ഫാൻ ഉണ്ടായിരുന്നില്ലേ? നമുക്ക് രണ്ടുപേർക്കും ആ ഫാനിൻ്റെ സൗണ്ട് ഇല്ലാണ്ട് ഉറങ്ങാൻ പോലും പറ്റത്തില്ലായിരുന്നു. പക്ഷേ തണുപ്പുള്ള ദിവസം ചേട്ടൻ തന്നെ ആ ഫാനിനെ തെറി പറഞ്ഞിട്ട് കിടന്നുറങ്ങാറില്ലേ? അത്രേ ഉള്ളൂ ചേട്ടാ ലൈഫ്. നമ്മൾ പലരുടെയും ലൈഫിൽ ചിലപ്പോഴൊക്കെ ഫാനാവും, വാഷിംഗ് മെഷീനാവും, ഫ്രിഡ്ജാവും. അവർ നമ്മളെ വേണ്ട സമയത്തൊക്കെ യൂസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടാത്തപ്പോൾ നമ്മൾ ഓഫാക്കിയിട്ട് അവർ സുഖമായിട്ട് കിടന്നുറങ്ങും. അത് അക്സെപ്റ്റ് ചെയ്താൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ. പിന്നെ കണ്ടവരുടെ ഹാപ്പിനെസ് സ്വന്തം ഹാപ്പിനെസ് ആണെന്ന് തെറ്റിദ്ധരിക്കാതെ സ്വന്തം ഹാപ്പിനെസ് എന്താണ് തിരിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ജീവിക്കും. പിന്നെ ഫ്രീ ആയിട്ട് ഒരു അഡ്വൈസും കൂടെ തരാം. ആർക്കും ഒരുപാട് അവൈലബിൾ ആവരുത്. ആർക്കും അത്ര അവൈലബിൾ ആയിരിക്കൂലേ? വെരി ഗുഡ്. ഓക്കെ, തിന്നാവുന്ന ഇരിപ്പൂലേ? ഇവിടെ ഒന്നുമില്ല, ഉറക്കം. നക്കിത്തരത്തിന് ഒരു മാറ്റം ഇല്ലല്ലേ? പോടേ. ശരിയേ, അപ്പോൾ നാളെ ഓഫീസിൽ കാണാം. ആ ബൈ. ഹലോ. ഹലോ, ആ, താൻ എവിടെയാ? ഞാൻ അവിടെ വീട്ടിൽ. ഫ്രീ ആണോ? ആ, ഫ്രീ ആണ്. എടോ, ഞാൻ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. കുറേ നേരം വണ്ടി നോക്കി നിൽക്കുന്നു. എന്നെ ഒന്ന് വന്ന് പിക്ക് ചെയ്യോ? ആണോ? ഞാൻ പോരാ. എവിടെയാ? റെയിൽവേ സ്റ്റേഷനിലെ? ആ, ഞാൻ പോരാ പോരാ പോരാ, അവിടെ തന്നെ നിന്നു.